ഹലോ ഫ്രണ്ട്സ്, അന്ന് കല്യാണ വീഡിയോ കണ്ടില്ലേ? അതിൻ്റെ ബാക്കി റിസപ്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നുള്ളത് അഞ്ചുമിലാണ്. അഞ്ചും എവിടെയാണെന്നറിയണ്ടേ? ബാലുശ്ശേരി നരിക്കുനിയിലാണ്. അപ്പോൾ ഇതാ നമ്മൾ വന്നപാടെ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ ഇതാ വെൽക്കം ഡ്രിങ്കിൽ നമുക്ക് തുടങ്ങാം. എന്നിട്ട് പയ്യെ പയ്യെ നമുക്ക് ഹെവിയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ അകത്തെത്തിയപ്പോൾ നമ്മൾ വസന്ത ടീച്ചറെ കണ്ടു. വസന്ത ടീച്ചർ എന്നെ പഠിപ്പിച്ച എൻ്റെ സ്വന്തം ടീച്ചറാണ്. അപ്പോൾ ഇതാ നമ്മളെ വസന്ത ടീച്ചർ മോളെ ബിന്ദു ടീച്ചറുണ്ട്. ബിന്ദു ടീച്ചർ എൻ്റെ മോളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയും വസന്ത ടീച്ചറൊക്കെ ഫ്രണ്ട്സാണ്. അവരവിടുന്ന് കഥയൊക്കെ പറയുകയാണ്. ബിബി ചേട്ടൻ അത് അവിടുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അവിടുന്ന് നമ്മുടെ ഷൈനിയച്ചുണ്ട്, ബിജു ചേട്ടനുണ്ട്, അമ്മുണ്ട്, സീനേച്ചുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മളെ തൊട്ട് അടുത്തുള്ള എല്ലാവരും ഉണ്ട്. ആ മക്കൾസൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞ് ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇതാ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ക്യാമറയൊന്നും ഓണാക്കി അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ഐഡിയാസ് സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് ഉപ്പിലിട്ടതുണ്ട്. അങ്ങനെ ഇവിടെ എന്തൊക്കെയോ ഫുഡ് കുറേ അറേഞ്ച് ചെയ്ത് ഇവിടെ അടിപൊളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ ലോലിപോപ്പും ഐസ്ക്രീമും പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഞാൻ കുറച്ച് ലേറ്റായി വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതാ സുട്ടൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? സുട്ടുണ്ട്, ഈക്കുണ്ട്, അങ്ങനെ ഇതാ നമ്മുടെ സ്മിതേച്ചിതാ, അങ്ങനെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗൈസ്. ഇത് നോക്കി ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചായകളുണ്ട്, പലതരത്തിലുള്ള ചായകളുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഉണ്ട് സന്ദീപായിട്ട് അവിടുന്ന് ചായ എടുത്ത് കുടിക്കാൻ നോക്കുന്നു ഗൈസ്. അപ്പം ചായകൾ കുടിക്കട്ടെ. അപ്പം നമുക്ക് ഇനി ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ സ്റ്റെപ്പ് കയറി പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനുള്ള അടിപൊളി സ്പേഷ്യസായ സ്ഥലമുണ്ട്. ഇതാ നല്ല രസമല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഡോറ് തുറന്നാൽ നമ്മൾ ഒരു മായാലോകത്തിലേക്കാണ് എത്തുന്നത്. ഇവിടെ വയലിൻ ഉണ്ട് ഗൈസ്. വയലിൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വയലിൻ വയലിൻ്റെ സംഗീതം ഞാൻ ആസ്വദിക്കുന്നത്. നമ്മുടെ ടി വിയിലും ഫോണിലൊക്കെ കാണുമെങ്കിലും നമ്മളെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നേരിട്ട് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയല്ലേ. അപ്പം അതിന് നമുക്കിത് കാണാൻ പറ്റിയത് നമ്മൾ രാധേട്ടനല്ലേ, രാജേട്ടനും കാരണല്ലേ. അപ്പോൾ അവരോട് ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പം ഇവിടെ മനോഹരമായിട്ട് വയലിൻ വായിക്കുന്നുണ്ട് കേട്ടോ. പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ സൂപ്പറായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ലോട്ടസ് ടെമ്പിൾ പോയപ്പോൾ എനിക്ക് ഈ ഒരു ഫീലിംഗ്, എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയില്ല. അതുപോലെ മനസ്സ് ഭയങ്കര കൂളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വയലിൻ്റെ സംഗീതം കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഗൈസ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. നിങ്ങൾ ഇങ്ങനത്തെ കല്യാണമൊക്കെ കൂടിയിട്ടുണ്ടേ പറയണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ കല്യാണം കൂടിയത്. അപ്പം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പോകാൻ നോക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ രജുൽ രാജ് എന്നാണ് അവൻ്റെ റെഡിക്കുള്ള പേര്, സച്ചു എന്നാണ് വിളിക്കുക. അപ്പോൾ അതാ നമ്മളിവിടുന്ന് നമ്മളെയും ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.